ഹലോ ഗൈസ്, ഫാമ ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോർത്തേൺ കോൾ ഫീൽഡ്സ് ലിമിറ്റഡ്, അതായത് സെൻട്രൽ ഗവൺമെൻറ് കമ്പനിയായ കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഉപകമ്പനിയാണ് നോർത്തേൺ കോൾ ഫീൽഡ്സ് ലിമിറ്റഡ്. അവർക്ക് പാരാമെഡിക്കൽ കാറ്റഗറിയിലേക്കും വേറെ ഓപ്പറേറ്റർ കാറ്റഗറിയിലേക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്, അതായത് ഏപ്രിൽ 4 ഓപ്പൺ ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 1 മെയ് 1 12 മണിക്കുള്ളിലാണ് പറയുന്നത്. ഒക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും, എല്ലാം ടെസ്റ്റ് സെൻറ്റേഴ്സ് വഴി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പോസ്റ്റ് ആൻഡ് വേക്കൻസീസ് നോക്കാം. പോസ്റ്റ് ആൻഡ് വേക്കൻസീസിൽ സ്റ്റാഫ് നേഴ്സിന് UR 21, EWS, SC, ST, OBC, NCL എല്ലാം കൂട്ടുമ്പോൾ ഒരു 47 വേക്കൻസീസ് വരുന്നുണ്ട്. ഫാർമസിസ്റ്റിന് UR 3 വേക്കൻസീസ്, OBC നോൺ ക്രിമിനൽ കാറ്റഗറിയിൽ 4 വേക്കൻസീസ്, ഒരു വേക്കൻസി, മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4 വേക്കൻസീസ് ടോട്ടൽ വരുന്നുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റ് 4 വേക്കൻസീസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ആണ് നോക്കേണ്ടത്. സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ +2, ഒരു BSc നേഴ്സിംഗ് അല്ലെങ്കിൽ മിഡ് വൈഫറിയിൽ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അത് കൗൺസിലായിട്ട് രജിസ്റ്റേർഡ് ആയിരിക്കണം. ഫാർമസിസ്റ്റിന് പറയുമ്പോൾ +2 സയൻസ്, പിന്നെ ഡിപ്ലോമ ഇൻ ഫാർമസി, ദെൻ വാലിഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിത്ത് ഫാർമസി കൗൺസിൽ. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, അപ്പോൾ BPharm MPharmകാർക്കൊക്കെ എലിജിബിൾ ആണോ, അല്ലേ ഡിപ്ലോമക്കാർക്ക് മാത്രമാണോ എലിജിബിലിറ്റി? അല്ല, ഒരിക്കലും അല്ല. നേരത്തെ ഒരു പോയിന്റിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതായത് ദ പ്രിസ്ക്രൈബ്ഡ് മിനിമം ഓർ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഫോർ ഓൾ പോസ്റ്റ് ആർ ദ മിനിമം, ഹെൻസ് കാൻഡിഡേറ്റ്സ് പൊസസിങ് ദ ഹയർ ആൻഡ് റെലവൻറ്റ് ക്വാളിഫിക്കേഷൻസ് മേ ഓൾസോ അപ്ലൈ. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് എന്നത് മിനിമം ക്വാളിഫിക്കേഷൻ, വേണ്ട ക്വാളിഫിക്കേഷൻസ് ആണ്. അതുകൊണ്ട് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിനും ഈ പോസ്റ്റിനെല്ലാം അപ്ലൈ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഫാർമസിസ്റ്റിന് DPharmകാരെ എലിജിബിളാണ്, BPharmകാരെ എലിജിബിളാണ്, MPharmകാരെ എലിജിബിളാണ്, ഈവൻ ഡോക്ടർ ഓഫ് ഫാർമസി കാൻഡിഡേറ്റ്സ് വരെ എലിജിബിളാണ്. സോ എന്തുകൊണ്ടും അപ്ലൈ ചെയ്യുക. എല്ലാ ഫാർമസിസ്റ്റിനും, എല്ലാ ഡിഗ്രിയുള്ള ഫാർമസിസ്റ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണിത്. സോ എന്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്, എന്തുകൊണ്ട് അപ്ലൈ ചെയ്യുക. ക്വാളിഫിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അടുത്തത് പാരാമെഡിക്കൽ സ്റ്റാഫിനുള്ള നോട്ട്, അതായത് പോസ്റ്റ് വർക്ക് എക്സ്പീരിയൻസ് ക്ലെയിം ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരവരുടെ സാലറി സ്ലിപ്പ്, ഇൻകം ടാക്സ് റിട്ടേൺ, ഇത് രണ്ടും സബ്മിറ്റ് ചെയ്യണമെന്നാണ്, അത് അപ്ലോഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് പേ സ്കെയിലാണ്. എന്തുകൊണ്ടൊരു ജോലി ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് പേ സ്കെയിലാണ്. ഇവിടെ സ്റ്റാഫ് നേഴ്സും ഫാർമസിസ്റ്റും സെയിം പേ സ്കെയിലാണ് വരുന്നത്. ബേസിക് പേ 47,330. പിന്നെ പ്രൊബേഷൻ പീരീഡ്, അതായത് ട്രെയിനിങ് പീരീഡ് 1 ഇയർ ഉണ്ട്. അത് വലിയ കാര്യമില്ല. ഒരു കൊല്ലം കഴിഞ്ഞ് നമ്മുടെ ഗ്രേഡ് മാറും, നമ്മൾ റിവൈസ് ചെയ്ത് പെർമനൻറ്റ് സ്റ്റാഫ് ആക്കും. നമ്മൾ ഓൾറെഡി പെർമനൻറ്റ് സ്റ്റാഫാണ്. ഈ സെൻട്രൽ ഗവൺമെൻറ് ജോബിൽ പ്രൊബേഷൻ പീരീഡ്, ട്രെയിനിങ് പീരീഡ് എന്നുള്ളത് വെറുതെ പറയുന്നതാണ്. 1 കൊല്ലം 2 കൊല്ലം നമ്മുടെ ഗ്രേഡ് കുറച്ച് കുറവായിരിക്കും. അത് കഴിയുമ്പോൾ ഗ്രേഡ് കൂടുന്നതിന് അർത്ഥമുള്ളൂ. ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് 1 ഇയർ ട്രെയിനിങ്, കാൻഡിഡേറ്റ്സ് വിൽ ബി റെഗുലറൈസ്ഡ് ഓർ പ്ലേസ്ഡ് ഇൻ ദ റെസ്പെക്റ്റീവ് കാഡർ. അതായത് ഈ ഒരു ട്രെയിനിങ് പീരീഡിന് ശേഷം നമ്മുടെ ഗ്രേഡ് കൂടും, നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റം കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ ബിസൈഡ്സ് ബേസിക് പേ, പോസ്റ്റ് കാരിയേഴ്സ് ഓൾസോ അലവൻസ് സച്ചസ് DA, അറ്റൻഡൻസ് ബോണസ്, സ്പെഷ്യൽ അലവൻസ് എല്ലാം. അതായത് ഈ കൊടുത്തിരിക്കുന്ന വെറും ബേസിക് പേ മാത്രമാണ് 47,000. ഇതിൻ്റെ കൂടെ നമുക്ക് ഹൗസിംഗ് റെൻ്റ് അലവൻസ് കിട്ടും, ഡിയർനെസ് അലവൻസ് കിട്ടും, ട്രാൻസ്പോർട്ട് അലവൻസ് കിട്ടും. സോ ഇതൊക്കെ കൂട്ടുമ്പോൾ തന്നെ മിനിമം ഒരു സാലറി നമുക്കൊരു 80K നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അത് എന്തുകൊണ്ടാണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഫാർമസിസ്റ്റിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് ലെവൽ 5 ആണ്. ലെവൽ 5, ഈ ലെവൽ 5ൻ്റെ ബേസിക് പറയുന്നത് 29,200 ആണ്. ഈ വെറും ബേസിക് പേ മാത്രം 29,200 മാത്രമാണ്. അതിൻ്റെ കൂടെ ഹൗസിംഗ് റെൻറ്റ്, ഡിയർനെസ് അലവൻസ് 55% മാത്രം ഡിയർനെസ് അലവൻസ് വരുന്നുണ്ട്. ആ ഡിയർനെസ് അലവൻസും ഹൗസിംഗ് റെൻ്റ് അലവൻസും എല്ലാം കൂട്ടുമ്പോൾ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഫാർമസിസ്റ്റിന്, ലെവൽ 5 സെൻട്രൽ ഗവൺമെൻറ് ഫാർമസിസ്റ്റിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 60K+ ആണ്. ഇവിടെ ബേസിക് പേ മാത്രം 47,000 ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ബാക്കി ഹൗസിംഗ് റെൻ്റ് അലവൻസും ഡിയർനെസ് അലവൻസും കൂട്ടുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന സാലറി 80K+ ആണ്. ഇത് മാത്രമല്ല, നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള കുറേ നല്ല കാര്യങ്ങൾ ഇനിയും ഇതിൽ കിടക്കുന്നുണ്ട്. അടുത്ത ഏജ് ലിമിറ്റാണ് 30 years ആണ് കട്ട് ഓഫ് ഡേറ്റ്. കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മെയ് 1 മെയ് 1 30 വയസ്സിൽ കൂടാൻ പാടില്ല.
അത് തന്നെ SC/ST ആണെങ്കിൽ 5 കൊല്ലത്തെ റിലാക്സേഷൻ ഉണ്ട്. അതായത് 35 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBC-കാർക്ക് 3 കൊല്ലത്തെ റിലാക്സേഷൻ, 33 വയസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അടുത്ത റിസർവേഷൻ, അതായത് ഇപ്പോൾ ഫാർമസിസ്റ്റിന് UR കാറ്റഗറിയിലാണ് 3 ഇതുള്ളത്, പിന്നെ OBC നോൺ ക്രിമിലെയറാണ് 1 സീറ്റുള്ളത്. നിങ്ങൾക്ക് റിസർവേഷൻ ബെനിഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ്, അതായത് ഇതേ നോട്ടിഫിക്കേഷൻ്റെ അനക്സറിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാലിഡ് ആയിട്ടുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. നിങ്ങൾ അത് പ്രകാരം വില്ലേജിൽ അപ്ലൈ ചെയ്ത് OBC നോൺ ക്രിമിലെയർ കാറ്റഗറി സർട്ടിഫിക്കറ്റ് വാങ്ങണം. അതും ശ്രദ്ധിക്കേണ്ടത് ഹെഡിങ്ങിൽ ഫോർ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസ് എന്നാണ് വേണ്ടത്. നമ്മൾ നോർമലി സാധാരണ വാങ്ങുന്ന കാറ്റഗറി സർട്ടിഫിക്കറ്റ് എല്ലാതും ഫോർ സ്റ്റേറ്റ് ഗവൺമെൻറ് പർപ്പസാണ്. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. സോ അതിൻ്റെ ഹെഡിങ് വരുന്നത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസ് എന്നാണ്. അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ, ഓൺലൈനായി അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അക്ഷയെന്ന് നമ്മൾ പറഞ്ഞാൽ മതി, അത് അവർ മാറ്റിത്തരും. അപ്പോൾ അങ്ങനെ പുതുതായി കിട്ടുന്ന പുതിയ സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ. കയ്യിൽ ഓൾറെഡി ഒരു പഴയതുണ്ട് എന്ന് വെച്ച് അത് അപ്ലോഡ് ചെയ്ത് പുതുതായിട്ട് അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഈ ഫിനാൻഷ്യൽ ഇയർ, അതായത് 2025 to 2026 ഉള്ളിൽ ഡേറ്റ് വരുന്ന ഈ ഫിനാൻഷ്യൽ ഇയറിലുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. അങ്ങനെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ റിസർവേഷൻ ബെനിഫിറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ദ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ബി വാലിഡ് ആസ് ഓഫ് ഓൺ കട്ട് ഓഫ് ഡേറ്റ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് EWS കാറ്റഗറി ഉള്ളവർക്ക് EWSൽ വേക്കൻസി ഇല്ല, സോ അതുകൊണ്ട് അത് കാര്യമില്ല. അൺറിസേർവ്ഡ് ആപ്ലിക്കേഷൻ ഫീനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അൺറിസേർവ്ഡ് വേക്കൻസി, OBC നോൺ ക്രിമിലെയർ ഇവരൊക്കെ 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ടത്, പ്ലസ് 150 രൂപ GST. സോ 1180 രൂപ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരും. ദെൻ SC/ST കാറ്റഗറിക്കാർക്ക് ആപ്ലിക്കേഷൻ ഫീ വേണ്ട, നല്ല കാര്യം. ഇനി പാരാമെഡിക്കൽ സ്റ്റാഫ്, അവരുടെ എക്സാമിൻ്റെ രീതിയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. കമ്പ്യൂട്ടറിൽ നമ്മൾ ആണ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത്. പിന്നെ 90 മിനിറ്റ് ഉണ്ടാവും, 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 1.5 മണിക്കൂർ കൊണ്ട് 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അത് വിത്തിൻ ബ്രേക്ക് ഒന്നും ഉണ്ടാവില്ല. 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം ആയിരിക്കും. 2 സെക്ഷൻ ഉണ്ടായിരിക്കും, സെക്ഷൻ A, സെക്ഷൻ B. സെക്ഷൻ A എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ നോളജ്, അതായത് നഴ്സിംഗ് പഠിച്ചവർക്ക് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, ഫാർമസി പഠിച്ചവർക്ക് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് 70 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ Aയിൽ ഉണ്ടാവുക. സെക്ഷൻ Bയിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അത് ജനറൽ നോളജ്, ജനറൽ അവയർനെസ്, റീസണിങ്, മാത്സ്, അങ്ങനെ റിലേറ്റഡ് ആയിരിക്കും 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് എല്ലാവർക്കും ബാക്കി എക്സാമിനുള്ള പോലെയല്ല, ഇവിടെ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈച്ച് ക്വസ്റ്റ്യൻ വിൽ ക്യാരി 1 മാർക്ക് ആൻഡ് ദർ ഈസ് നോ പെനാൽറ്റി ഫോർ റോങ് ആൻസർ. അതായത് നിങ്ങൾ ഗസ് അടിച്ച് ആൻസർ തെറ്റിച്ചാലും ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഒരു PSC ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അതായത് PSC പരീക്ഷയാണെങ്കിൽ നിങ്ങൾ തെറ്റിയാൽ നിങ്ങൾക്ക് അവിടെ 1/3 മാർക്ക് നഷ്ടമാകും. റെയിൽവേക്കാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1/4, എയിംസ് പരീക്ഷയ്ക്കെല്ലാം 1/4 മാർക്ക് നഷ്ടമാകും. ഇവിടെ നിങ്ങൾ ഗസ് അടിച്ച് തെറ്റിയാലും റോങ് ആൻസറിന് ഇവിടെ മാർക്ക് കുറയില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു 60 ക്വസ്റ്റ്യനെ അറിയുള്ളൂ വെച്ചാൽ 60 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത ശേഷം ബാക്കി 40 ക്വസ്റ്റ്യൻ ഗസ് അടിച്ചാൽ നിങ്ങൾക്ക് അതിൽ 10 മാർക്കെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ 10-5 മാർക്ക് കിട്ടാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അതിന് നെഗറ്റീവ് മാർക്കിങ്ങും ഇല്ല, അത് നല്ല കാര്യം തന്നെയാണ്. ഇനി അടുത്തത് ടെസ്റ്റ് സിറ്റീസ് അവർ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കുറേ ഏരിയാസിൽ ടെസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. ഒറീസയിലുണ്ട്, ഡൽഹിയിലുണ്ട്, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഇവിടെ എല്ലായിടത്തും ടെസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. സോ ഹൈദരാബാദിലുണ്ട്. സോ അത് നോക്കി നിങ്ങൾക്ക് വേണ്ട ടെസ്റ്റ് സെൻറ്റർ നോക്കി അപ്ലൈ ചെയ്യുക. ഇനി കട്ട് ഓഫ് മാർക്കാണ്. URന് മിനിമം 50 മാർക്ക് വേണം 100 മാർക്കിൽ. PWD, SC/ST, OBCക്ക് ആണെങ്കിൽ 40 മാർക്ക് മതി. പക്ഷേ കട്ട് ഓഫ് മാർക്ക് ഒരിക്കലും നോക്കണ്ട, എന്തുകൊണ്ടും ഹൈ ആയിരിക്കും. നിങ്ങൾ മാക്സിമം ഒരു 100 മാർക്കിൽ എബോവ് 65 to 70, 65ൻ്റെ എബോവ് നോക്കിയാൽ മതി. മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ബാക്കി കാര്യങ്ങൾ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെ ID കാർഡാണ് കൊണ്ടുപോകേണ്ടത്, നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എങ്ങനെയാണ് എടുക്കേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ്, അതൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ തന്നെ മനസ്സിലാവും. നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. സോ ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ, വീട്ടിൽ മൊബൈൽ ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സോ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. മാത്രമല്ല ഇവിടെ നാട്ടിൽ
PSC ജോബിനൊക്കെ കിട്ടുന്നതൊക്കെ വളരെ ഹൈ സാലറിയാണ് കിട്ടുന്നത്, അതും ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല സെലക്ഷൻ പ്രോസസ്സ് എന്നുള്ളത് വെറും 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആവുന്ന സെലക്ഷൻ പ്രോസസ്സാണ് മിക്ക സെൻട്രൽ ഗവൺമെൻറ് ജോബിനും ഓഫർ ചെയ്യാവുന്നതുള്ളത്. PSC പരീക്ഷ എന്ന് പറയുമ്പോൾ അത് അപ്ലിക്കേഷൻ വിളിക്കുന്നതും എക്സാം അറ്റൻഡ് ചെയ്യുന്നതും അത് ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് വരുന്ന ഒരു 3-3.5 കൊല്ലം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല. സോ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും മാക്സിമം 40 വേക്കൻസി ഉള്ളൂ എന്ന് പറഞ്ഞ് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. വളരെ നല്ലൊരു ജോബ് ഓഫറാണ് വന്നിട്ടുള്ളത്. സോ ബെസ്റ്റ് ഓഫ് ലക്ക്.